നമ്മൾ ഇത്രയും ദിവസം കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ അല്ലേ ഉണ്ടാക്കിയേ. ഇപ്പം ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്ന് നമുക്കൊരു എന്നാ പറയുന്നത് നാടൻ ഒരു ഭക്ഷണത്തേക്ക് പോവാം. അത് വേറൊന്നുമല്ല, നമ്മുടെ അമ്മമാർക്കൊക്കെ ഒത്തിരി അറിയാവുന്ന സാധനമാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇച്ചിരിയൊക്കെ ഒരു മേക്കപ്പ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമാർ ഒരുപാട് എന്നെ വഴക്ക് പറയല്ല, ഇച്ചിരിയൊക്കെ വഴക്ക് പറഞ്ഞോളൂ. പക്ഷെ എന്നാലും അമ്മ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതായിട്ട് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ തുറുവൊക്കെ നല്ലതായിട്ട് തന്നെയാണ് വന്നേ. ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേർക്കാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതെങ്കിൽ ഇതിനകത്ത് വേറെ സ്പെഷ്യലൊന്നുമല്ല. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇലയപ്പ, അതായത് ഇലയട എന്ന് പറയും. അത് എന്നാ പറയുന്നത്, ഇലയുടെയൊക്കെ ശരിക്കും ഇതിനകത്ത് വെക്കുന്ന തുറൂന അതിന് ഏറ്റവും വലിയ രുചി എന്ന് പറയും. എന്നാ പറയുന്നത്, ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല വരിക്കച്ചക്കയൊക്കെ അരിഞ്ഞ് ഇതിനകത്ത് അങ്ങോട്ട് വരട്ടിയെടുത്ത് വെക്കുകയാണെങ്കിൽ എന്നാ ടേസ്റ്റാണെന്നറിയോ. പക്ഷേ ഇപ്പം നമുക്ക് ചക്കയൊന്നും കിട്ടാത്ത സമയം ആയതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഒന്നിച്ചിരി എന്നാ പറയുന്നത്, അമ്മമാരോട് പറയുക ഇച്ചിരി ഞങ്ങൾ ഇച്ചിരി ഒന്നും മേക്കപ്പ് ചെയ്ത ഒരു ഇലയുടെയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം അമ്മമാർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു തരണ്ടേ. ഇലയടയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇവിടെ ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഒരു 2 കപ്പ് അരിപ്പൊടി. പുട്ടിൻ്റെ അല്ല, നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പുട്ടിൻ്റെത് എടുക്കരുത്. പുട്ടിൻ്റെ എടുക്കുന്ന ശരിക്കും നമ്മൾ എന്നാ പറയുന്നത്, ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാൻ നേരം എടുക്കുന്നതാ പുട്ടിൻ്റെ പൊടി. ഇത് പക്ഷേ അപ്പത്തിന് പൊടിക്കുന്ന പൊടിയാണ് നമ്മൾ കുഴയ്ക്കാൻ എടുക്കേണ്ടത്. ഇത് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ട് കുഴയ്ക്കണം. കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കണം. അപ്പോൾ എന്നാണെന്നറിയാമോ, ഇത് കുറച്ചൊന്ന് ലൂസാവും. നമുക്ക് എന്നാ പറയുന്നത്, ഇലയിലൊക്കെ ഇച്ചിരി പരത്താനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഇതൊരു 2 കപ്പ് അരിപ്പൊടിക്ക് കുഴച്ച് വെച്ചേക്കുന്ന മാവായത്. പിന്നെ വേണ്ടിയത് ഇലയപ്പത്തിന് പച്ചത്തേങ്ങ ഏറ്റവും നല്ലത്. ഞാൻ പച്ചത്തേങ്ങ തന്നെ വേണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മുടെ കയ്യിൽ എന്നാ തേങ്ങ ഉള്ളതെന്ന് വെച്ചാൽ അത് മതി. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ തേങ്ങ ചിരണ്ടിയേക്കുന്നതാണ്. പിന്നെ വേണ്ടിയത് ശർക്കര. ശർക്കര ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് 2 ഓപ്ഷനുണ്ട്. എന്നാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് നല്ല ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഫുൾ ക്ലീൻഡ് ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ ചീവി എടുത്തേച്ചാൽ മതി. അതല്ല, നമുക്ക് ചില സമയത്തൊക്കെ ശർക്കര കിട്ടുമ്പോഴത്തേക്ക് എന്നാ പറയുന്നത്, അതിനകത്ത് ഒത്തിരി അഴുക്കൊക്കെ കാണും. ഈ പറഞ്ഞ പോലെ ഈ ഓലക്കാലും എന്നാ പറയുന്ന കല്ല് ഇതെല്ലാം ഉണ്ടായിരിക്കുവേ. ഇതെല്ലാം നോക്കൂ. അത് അങ്ങനത്തെ ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ ശരിക്കും നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കൂട്ട് അതിനെ ഇച്ചിരി ഒന്ന് വെള്ളത്തിലോട്ട് അലിയിച്ചേച്ച്, അതായത് തിളച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തെ കല്ലും അതെല്ലാം മാറും. എന്നുവെച്ചാൽ അതിൻ്റെ അളവ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ, ചില ശർക്കരയ്ക്ക് നല്ല മധുരമാണ്, ചില ശർക്കര മീഡിയമാണ്. അതുകൊണ്ട് എന്നാ പറയുന്നത്, കുറച്ച് ശർക്കര മാത്രം നമ്മൾ ആദ്യം ചേർക്കാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടെ ചേർക്കുക. ഇനി വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുക്കളയിൽ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെങ്കിലും കാണും, അതായാലും മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കെന്ന് വെച്ചാൽ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഡേറ്റ്സ് എടുത്തിട്ട് കുരു കളയുക, നീളത്തിൽ അരിഞ്ഞേക്കുക. അതെന്നാന്നറിയോ, ഡേറ്റ്സ് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് 2 ടൈപ്പ് ഓഫ് ഡേറ്റ്സ് നമുക്ക് കിട്ടും. ഒന്ന് കട്ടിയുള്ള ഡേറ്റ്സ്, അല്ലാതെ ഒന്ന് സോഫ്റ്റ് ഹണിയിലൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ഡേറ്റ്സ് കിട്ടും. നമുക്ക് ആ ഹണി ഡേറ്റ്സ് വേണ്ട, ഡ്രൈ ഡേറ്റ്സ് തന്നെ വാങ്ങിക്കണേ. അത് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞേക്കുന്ന വെച്ചിട്ട് നീളത്തിലേക്ക് അരിഞ്ഞിട്ടേക്കുക. പിന്നെ വേണ്ടിയത് അണ്ടിപ്പരിപ്പ്. അതൊരു എന്നാ പറയുന്നത്, കാഷ്യൂ എന്ന് പറയുന്ന കുറച്ച് നല്ല സാധനമാണ്, ഡേറ്റ്സും കുറച്ച് നല്ലതാണ്, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. പിന്നെ വേണ്ടിയത് മുന്തിരിങ്ങ. അത് കറുത്ത മുന്തിരിങ്ങ ആയാലും കുഴപ്പമില്ല, വെളുത്ത മുന്തിരിങ്ങ ആയാലും കുഴപ്പമില്ല. കറുത്തതിന് ഒറ്റൊരു ഇതെന്നാന്ന് വെച്ചാൽ കുരു ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് വലിയ കാര്യമല്ല, നമുക്ക് എന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് മതി. പിന്നെ ഉള്ളത് ഏലക്ക, അതിന് ഫ്ലേവർ വരാൻ. ഈ ഏലക്ക എപ്പോഴും ഉണ്ടല്ലോ, മിക്ക അമ്മമാർക്കറിയാം, പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ എന്നെ ഇത് പഠിപ്പിച്ചേ. ഏലക്ക പൊടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു 2-3 ഏലക്കയാണ് പൊടിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയില്ല. നമ്മുടെ ചെറിയ മിക്സിയിലൊക്കെ 2 ഏലക്കയൊക്കെ ഇട്ട് എങ്ങനെ പൊടിക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യണമെന്നറിയോ, ഇച്ചിരി പഞ്ചസാര അങ്ങോട്ട് ഇട്ടിട്ട് ഏലക്ക പൊടിച്ച് വെച്ചാൽ നല്ല എന്നാ പറയുന്നത്, ഇതേ പോട്ട് നല്ല പൗഡർ പോലെ ഏലക്ക പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ, നമുക്കിന്ന് ചക്കയൊന്നും കിട്ടിയില്ല, ചക്ക ഇട്ടുണ്ടാക്കുന്ന ഇലയപ്പം മസൽ രുചിയാണ്. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നിച്ചിരി പപ്പായ, അതായത് നമ്മുടെ തനി പച്ച പപ്പായ അല്ല, പഴുത്ത പപ്പായ അല്ല, ഇത് ഡ്രൈ പപ്പായ, അതായത് നമ്മൾ അറിയാം, അതായത് ഷുഗർ കോട്ട് ഡ്രൈ പപ്പായ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നാച്ചുറൽ, നമുക്ക് ഇച്ചിരി ഒരു നെയ്യ് വേണം.
പക്ഷേ നെയ്യൊക്കെ ഇട്ട് നമ്മുടെ തേങ്ങായും ശർക്കരയും ഒക്കെ ഇട്ട് വരട്ടിയാലേ ആ ഒരു രുചിയും മണവും ഒക്കെ വരത്തുള്ളൂ. പിന്നെ വേണ്ടിയത് ഇച്ചിരി ബദാം. ഈ ബദാമും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി വേണ്ടിയത് പഴം രസകദളി പഴമാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഏത്തപ്പഴം അരിഞ്ഞിട്ടിട്ട് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഇപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വലിയ ബഹളമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇച്ചിരി ജോലി ഉണ്ട്. അത് പേടിക്കണ്ട, നമുക്ക് വേഗം തീർക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യുന്നത് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് നമ്മുടെ പാൻ വെക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങ ഇടണം. പിന്നെ ശർക്കര. ശരിക്കും പറഞ്ഞാൽ ഇലയപ്പം ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് താമസം വരുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ശർക്കര ഉരുകി ഈ തേങ്ങയുടെ വെള്ളവും ഒന്ന് ഇറങ്ങി വെച്ച് ആ രണ്ടും ഒന്ന് വറ്റുന്ന സമയം മാത്രമേ ഇതിന് സമയം എടുക്കുന്നുള്ളൂ. ഈ സമയം നമുക്ക് കുറച്ച് എത്ര പഴമാണ് വേണ്ടിയെന്ന് വെച്ചാൽ, അതായത് ഈ ഇത്രയും ഞാൻ പറഞ്ഞ ആ കൂട്ടിന് വേണ്ടിയ പഴം എന്നാന്ന് വെച്ചാൽ ഒരു 5 രസകദളി പഴം അരിഞ്ഞു വെച്ചാൽ മതി. അരിഞ്ഞു വെച്ചേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ക്വയറായിട്ട് അങ്ങ് അരിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, അതേ ശരിക്കും ശർക്കര അങ്ങോട്ട് ഉരുകി തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ അത് വെള്ളമാവും. ഒരു ചെറിയ സ്പൂണിന് ഒരു ഫുൾ സ്പൂൺ, ഇത് വലിയ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. ഈ ടീസ്പൂണിന് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് നമുക്കിവിടെ വരാൻ പോകുന്ന ഗസ്റ്റിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഈ ഇലയപ്പം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചേ. ഇതിപ്പോൾ എൻ്റെ ശർക്കര നല്ലോണം ആയിട്ടുണ്ട്. ഇതിനകത്തൊരു ഇച്ചിരി വാട്ടർ കണ്ടൻറ് ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ തേങ്ങയുടെയും നെയ്യ് ഒഴിച്ചതിൻ്റെ ഒക്കെയാണ്. ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ച് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. ഇതിപ്പോൾ ഞാൻ ഡേറ്റ്സ് ഇട്ടു, അണ്ടിപ്പരിപ്പ് ഇട്ടു, ഇനിയിപ്പോൾ കുറച്ച് മുന്തിരിങ്ങ, ഞാൻ പറഞ്ഞ പോലത്തെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ പപ്പായ, പിന്നെ നമ്മുടെ പഴം ഇപ്പം വേണ്ട, ഇനി കുറച്ച് ബദാം വേണം. ഫുൾ ബദാമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, പക്ഷെ നമ്മൾ ഈ മുറിച്ചിടുന്നത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാ. ഓഫ് ചെയ്തേച്ച് മാത്രമേ ഞാൻ ഈ പഴം അങ്ങോട്ട് എടുത്തുള്ളൂ. പഴവും ഇട്ട് ഒരു സ്പൂൺ നെയ്യ്, കുറച്ച് ഫ്ലേവർ അനുസരിച്ച് ഏലക്ക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ തുറു ഉണ്ടാക്കുന്നത്. ഇനി ഇതിപ്പോൾ ആറാൻ വെക്കണം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഈ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്നു, ആർക്കാ എന്താ ഇത്ര നാടൻ ഭക്ഷണം ആർക്കാ ഇഷ്ടമെന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ ദ ഗ്രേറ്റ് മജീഷ്യൻ ഗോപി മുതുകാടാണ് നമുക്കിന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത്. ഇനിയിപ്പം ഇദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഇത്രയും മാത്രം കൊടുത്താൽ പോരാ, ഇലയിലേക്ക് എൻ്റെ മാവ് ഒന്ന് പരത്തണം. ഇപ്പം നമ്മുടെ കൂട്ട് ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാവ് എങ്ങനെയാണ് നമുക്ക് പരത്തേണ്ടതെന്ന് നോക്കണ്ടേ. ആദ്യമൊക്കെ ഞാനും ഈ മാവ് പരത്തിയപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി പാടായിരുന്നേ. എന്നാലും സാരമില്ല, നമ്മൾ ഇച്ചിരി ഒന്ന് പരിശ്രമിച്ചാൽ ഒക്കും. പക്ഷേ ഏട്ടൻ്റെ അമ്മയൊക്കെ നല്ല അസലായിട്ട് പരത്തും. അതെന്നാന്നറിയോ, കട്ടിക്ക് നമ്മൾ ഒരിക്കലും പരത്തരുത്. ഏറ്റവും മയത്തിൽ പരത്താൻ പറ്റുമോ അത്രയും നല്ല മയത്തിൽ തന്നെ പരത്തുക. ഇതിപ്പോൾ വെള്ളമല്ല നെയ്യാ പരത്തുന്നതെങ്കിൽ നെയ്യ് തൊട്ട് തൂത്ത് പരത്താം. എന്നാ സൗകര്യം എന്ന് വെച്ചാൽ അതേപോലെ. പക്ഷെ ആദ്യം നമ്മൾ പരത്തുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് പാടായിരിക്കും അത് പരത്താനായിട്ട്. എത്ര സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പ്രെഡ് ഔട്ട് ചെയ്യുക. ഇനി പരത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും ഇതിനകത്ത് ഗ്യാപ്പ് വരാതെ ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തുറു വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊട്ടിപ്പോവും. എന്ന് വെച്ചാൽ ആ തുറു എല്ലാം വെളിയിൽ വന്ന് ശർക്കരയുടെ വെള്ളം അതെല്ലാം ഇങ്ങനെ വെളിയിലോട്ട് ചാടാൻ തുടങ്ങും. ഇതേപോലെ നമ്മുടെ എല്ലാ ഇലയും
ഇതേപോലെ നമുക്ക് എല്ലാ മാവ് എടുത്ത് ഇതെല്ലാം ഈ ഇലയിലേക്ക് ഇങ്ങനെ നമ്മൾ പരത്തി വെക്കണം. ഈ പരത്തി വെച്ചേച്ച് നമുക്ക് ഈ കൂട്ട് വെക്കുന്ന രീതിയുണ്ട് കേട്ടോ. ഈ നമുക്ക് ഈ പറഞ്ഞ പോലെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചേച്ച് ഇങ്ങനെ ചേർത്ത് മടക്കാം. എന്നുവെച്ചാൽ ഈ സൈഡ് അങ്ങ് ഒട്ടിച്ചേച്ചാൽ മതി. എപ്പോഴും ഒരു കാര്യം എന്നാണെന്നറിയാവോ, നമ്മളിത് മടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പരത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ അപ്പച്ചെമ്പ് എപ്പോഴും നമുക്കൊന്ന് കത്തിച്ച്, ഈ അടുപ്പ് കത്തിച്ച് അപ്പച്ചെമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. ആ സമയം നമുക്കിതങ്ങ് പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവി അടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ അപ്പച്ചെമ്പിനകത്തോട്ട് വയ്ക്കാം. ഇതല്ല നമ്മുടെ എൻ്റെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഈ കൂട്ട് വെച്ചിട്ട്, അത് കുറച്ചുകൂടെ സേഫ് സൈഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നാ പറയുന്നത്, കൂട്ട് വെളിയിൽ പോവാതെയും ശർക്കരയുടെ ഒക്കെ വെളിയിൽ പോവാതെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ട് സൈഡും അങ്ങ് ഒട്ടിക്കുക. രണ്ട് സൈഡ് ഒട്ടിച്ചിട്ട് രണ്ടറ്റം കോർണർ രണ്ടറ്റവും ഇങ്ങനെ രണ്ട് സൈഡിൽ അകത്തേക്ക് മടക്കിയിട്ട് ഒന്നുകൂടെ ഇതിനെ ഇങ്ങ് മടക്കി ഇങ്ങനെ അങ്ങ് എടുത്തേച്ചാൽ മതി. ഇതേപോലെ ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മുടെ ഇലയപ്പം വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇലയപ്പം പരത്തുന്നത് വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പറ്റുമെങ്കിൽ അമ്മമാരുടെ കൊടുത്തിട്ട് നമ്മൾ ബാക്കി തുറു വെച്ച് മടക്കി ആവിയേറ്റാൻ വെക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമൊക്കെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മാക്കി വെച്ചേച്ച് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഇലയപ്പം റെഡിയാണ്. എന്നിട്ട് ചൂടോടെ വേണം അത് കഴിക്കാൻ, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അയ്യോ നമസ്തേ, എത്തിയോ? ഞാനിങ്ങനെ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നാ പറയുന്നത്, മുഖസ്തുതി ഒന്നും പറയുവല്ല, ചേച്ചിക്ക് ആ ക്രെഡിറ്റ് കൊടുക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ സാറിനെ ഇപ്പൊ കണ്ടിട്ട് ഏകദേശം എന്റെ മൂത്ത മോൻ ചെറുതായിരുന്നപ്പോഴാണ് കണ്ടെന്ന് തോന്നുന്നു. സാറ് വഞ്ചൂര് വീട്ടില് ഞങ്ങളുടെ വന്നത്. സർ സ്റ്റിൽ എവർഗ്രീൻ ആണ്, പറയാതിരിക്കാൻ ഇനിയിപ്പോ ശരിക്കും ഞാൻ ചേച്ചി ഞങ്ങൾക്കും കൂടെ ഒക്കെ ടിപ്പ് പറഞ്ഞുതരൂ. എന്റെ സൈസ് ഒക്കെ കണ്ടോ, എത്ര ശ്രമിച്ചിട്ടും ഒന്നും ആവുന്നില്ല. പിന്നെ എനിക്കൊരു സംശയം, ഇനി ഈശ്വരനോട് ശരിക്കും നേരിട്ട് ചോദിച്ചു വല്ല സ്റ്റേ ഒക്കെ മേടിച്ചിട്ടുണ്ടോ സ്റ്റിൽ എവർഗ്രീൻ ആവാൻ? പക്ഷെ എന്നാലും ഞാൻ ചേച്ചിക്ക് ആ ക്രെഡിറ്റ് കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ കൂട്ട് എന്റെ കിച്ചൺ സാറിന്റെ ഫേവറേറ്റ് ആണ്. എന്നാ ഇലയുടെ ഇത്തിരി ഇഷ്ടപ്പെട്ടെ? അമ്മ അങ്ങനെയാന്നോണ്ട് ഇലയുടെ എനിക്ക് പണ്ട് മുതലേ വലിയ ഇഷ്ടമാണ്. ചേച്ചി എപ്പോഴും ഉണ്ടാക്കോ? വൈകിട്ട് 4 മണി നാട്ടില് പോകുമ്പോ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കൂലേ? ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റിലോ വാഴയില ഇപ്പൊ ഇഷ്ടം പോലെ വാങ്ങിക്കാനൊക്കെ കിട്ടുമല്ലേ? ചേച്ചി ട്രൈ ചെയ്ത് നോക്കട്ടോ, ഇഷ്ടമാണ്. ഇതല്ലാതെ വേറെ എന്നാ ഇഷ്ടം? കഞ്ഞി, പക്ക നാടൻ. അതാ ശരിയാ. ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരോട് അതാ പറഞ്ഞു. എൻ്റെ പ്രേക്ഷകര് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു, ഇന്ന് ഞാൻ ഈ ഇലയപ്പം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, അവർ തന്നെ ഞങ്ങൾ ഇത്രയും ദിവസം ഭയങ്കര ഈ ചിക്കൻ പെരട്ടും കുൽച്ചിയൊക്കെ ഉണ്ടാക്കി ബഹളമായിരുന്നു. അപ്പൊ ഇന്ന് എൻ്റെ പ്രേക്ഷകർ തന്നെ ആലോചിച്ചാണ്, ഇതെന്ത് ചേച്ചി ഇലയുടെ ഒക്കെ. ശരിക്കും കേട്ടോ, എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇലയുടെ ശരി. അതാ ചൂടോടെ നമ്മളുണ്ടല്ലോ തിന്നാന്, ശരിക്കും നമ്മൾ ഒന്നല്ല രണ്ടല്ല ഇങ്ങനെ തിന്നോണ്ടിരിക്കും. അതാണ് എന്നെ കണ്ട ഇങ്ങനെ ഇരിക്കുന്നത്. അത് സത്യം, അത് പറയാതിരിക്കാൻ പറ്റും. സാർ ഇങ്ങനെ കഴിക്കുമ്പോ ചേച്ചി കൺട്രോൾ ചെയ്യൂ? അങ്ങനെ അധികം കഴിക്കാറില്ല. അതാണ് സ്റ്റിൽ എവർഗ്രീൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു എവർഗ്രീൻനെസ് ഞങ്ങളുടെ പ്രേക്ഷകർക്കും കൂടെ ആ ടിപ്പ് ഒന്ന് പറഞ്ഞു തരണം. കാരണം ഞങ്ങളും ഇച്ചിരിയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഇവിടെ നിന്നാ പറ്റത്തില്ല, എന്റെ അടുക്കള കാണണ്ടേ? വരൂ. കേറിയിട്ടില്ലേ? അപ്പൊ എന്റെ അടുക്കള കേറിയേ പറ്റൂ. വരണോ? ഞാൻ ഇതിലേക്കാ നോക്കുന്നത് വേണ്ടോ. ഈ അടുക്കള കാണുന്നില്ല, അന്നേരം പിന്നെ നമ്മുടെ മൂക്ക് നന്നായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു. ബാക്കി ഒന്നിലും കോൺസെൻട്രേഷൻ പോകുന്നില്ല. ഏലക്കായൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, ഏലക്കായും എല്ലാം നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കൂട്ട്. എപ്പോഴാ തുറക്കുന്നേ? അത് വെന്തിട്ടേ തുറക്കാൻ പറ്റും, ഒരു രക്ഷയില്ല.